സിനിമയിൽ നമ്മൾ പല വേഷത്തിൽ കണ്ടിട്ടുള്ള ഒരു താരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജഗതി വാർഡിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും പൂജപ്പുര രാധാകൃഷ്ണൻ പുതിയ റോളിലാ. അതെ, പുതിയ റോളിലാണ്. പൂജപ്പുരയിൽ നിന്ന് ജഗതിയിലേക്കുള്ള ഒരു വേഷമാണ്. പല വേഷങ്ങളും ജഗതി ശ്രീകുമാറിന്റെ ജഗതി. അതെ, അദ്ദേഹത്തിനെ ഓർമ്മിക്കാനും കൂടെ വേണ്ടിയുള്ള ഒരു നിമിത്തമായിരിക്കും. അവിടെ അദ്ദേഹത്തിന്റെ ചെറുപ്രായം മുതൽ കഴിഞ്ഞിട്ടുള്ള ഒരിതാണ്. അതേപോലെ ജഗതി NK ആചാര്യ സാറ്, അദ്ദേഹമാണ് റേഡിയോ നാടകങ്ങളിലൊക്കെ എന്നെ ഓരോ സെലക്ട് ചെയ്തത്. പലർക്കും ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു താങ്കളെന്ന് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആണെന്നുള്ളത് അത്ര പിടുത്തമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അത്ര പിടുത്തമില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കാത്തതാണ്. എന്നെ ഇത്രത്തോളം എത്തിച്ചത് എന്റെ ഏറ്റവും സഹോദര തുല്യനായ എന്റെ KB ഗണേഷ് കുമാർ, അദ്ദേഹമാണ്. ആദ്യം അദ്ദേഹത്തിനോടൊപ്പം PA ആയിട്ട് പോയി 2001 മുതൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 തവണ PA ആയിട്ട് തന്നെ തുടർന്നു. അദ്ദേഹവും സിനിമയിലൂടെ രാഷ്ട്രീയത്തിലേക്ക്. സിനിമയിലായിരുന്നപ്പോഴേ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധവും സ്നേഹമാണ്. അത്രമാത്രം ഞങ്ങൾ ഇടുക്കി ചേർന്ന്. എങ്ങനെയുണ്ട് ഈ സിനിമയും രാഷ്ട്രീയം തമ്മിലുള്ള ഒരു വ്യത്യാസത? എൻ്റയർലി ഡിഫറൻ്റ് ആണ്. സിനിമ വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. രാഷ്ട്രീയത്തിൽ എല്ലാവരെയും ചീത്ത കേൾക്കണം, സിനിമയിൽ അതിന്റെ ആവശ്യം വരില്ല. അതാണ് ഏറ്റവും ഒരു പ്രധാനം. കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വേഷമാണ് ഈ രാഷ്ട്രീയ വേഷം. രാഷ്ട്രീയ വേഷം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോഴാണ് തുടങ്ങിയത്. സിനിമയിൽ ഏത് സിനിമയിലായിരുന്നു? സിനിമയിൽ നമ്മുടെ ലയൺ എന്ന് പറഞ്ഞ ജോഷി സാറിന്റെ സിനിമയിൽ നല്ല ഒരു രാഷ്ട്രീയമാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഈ രാഷ്ട്രീയം ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ഞാൻ പരമാവധി ഒഴിഞ്ഞു നോക്കി. അപ്പം സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കലാകാരൻ വരുന്നു എന്ന് പറഞ്ഞു. എന്താണേലും ആ കുപ്പായ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആടി തകർക്കുക എന്നതുള്ളൂ. ആടി തകർക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാവും. എനിക്ക് അതേ അങ്ങനെ ചെയ്യാൻ അറിയാവൂ. അതാണ് അതിന്റെ വേറൊരു കാര്യം. വിജയം ഉറപ്പാണോ? സത്യസന്ധമായിട്ടുള്ള വിജയം ഉറപ്പെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിജയം ഉറപ്പ് തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഇല്ലെങ്കിൽ അതിന്റേതായ വാട്ട് തിങ് വാട്ട് ടൈം വിൽ ഹാപ്പൻ ദാറ്റ് തിങ് ദാറ്റ് ടൈം വിൽ ഹാപ്പൻ അന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. പുതിയ വേഷത്തിലേക്ക് വരുമ്പോഴും സന്തോഷത്തിലാണ്. വിജയം ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.